നാട്ടിൽ പ്രതിസന്ധി വരുമ്പോഴും പ്രയാസം വരുമ്പോഴും ആദ്യമായി സഹായിക്കുന്നതും പ്രതികരിക്കുന്നതും വ്യാപാരികൾ ആണ് എന്നും അത് പണ്ടുകാലം മുതലേ അങ്ങനെ തന്നെ ആണ് എന്നും പഴയകാലം മുതൽക്കേ കടകളിൽ പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തിൽ ധർമ്മപ്പെട്ടികൾ ഉണ്ടായിരുന്നു എന്നും MP അബ്ദുസ്സമദ് സമദാനി MP പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാടാമ്പുഴ യൂണിറ്റ് കാടാമ്പുഴ 2 സ്റ്റാർ ടർഫ് ഓഡിറ്റോറിയത്തിൽ ഡോക്ടർ MP അബ്ദുസ്സമദ് സമദാനി MPക്ക് സ്വീകരണവും MDTWF പദ്ധതിയിൽ നിന്നുള്ള 10 ലക്ഷം രൂപ OK സൈനുദ്ദീന്റെ കുടുംബത്തിന് കൈമാറുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേറെ ചിലരേക്കാൾ കച്ചവടക്കാരെ ഉയർത്തി സംസാരിച്ചു. അതെന്താന്ന് ഇപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ പറയണില്ല. കച്ചവടക്കാരെ മറ്റു ചിലരുമായിട്ട് താരതമ്യം ചെയ്ത് കച്ചവടക്കാർ എത്രയോ മുമ്പിലാണ്, എത്രയോ ഉയരത്തിലാണ്, സമൂഹത്തിന് സേവനം നൽകുന്ന കാര്യത്തിൽ ഉയരത്തിലാണ് എന്ന് പറയണ്ടായി ഇന്നലെ രാത്രി. അല്ലാത്തപ്പോഴും ഞാൻ പൊതുവേദികളിലൊക്കെ പറയാറുണ്ട്, അത് വെറുതെ പറയുന്നതല്ല, അതിന് ചില കാരണങ്ങളുണ്ട്. പ്രതിസന്ധി വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, സമൂഹത്തിൽ വല്ല ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴൊക്കെ ആദ്യമായിട്ട് പ്രതികരിക്കുന്നതും എടുത്തു ചാടുന്നതും സഹായിക്കുന്നതും ആർക്കും ഒന്നും തോന്നരുത്, വേതനം പറ്റുന്ന മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെക്കാൾ വ്യാപാരികളാണ്, കച്ചവടക്കാരാണ് സമൂഹത്തിൻ്റെ കാര്യത്തിൽ ആദ്യം എടുത്തു ചാടുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് പറയാതിരിക്കാൻ വയ്യ, അത് കാണാതിരിക്കാൻ വയ്യ. അത് അങ്ങനെ മാത്രമല്ല, പണ്ട് കാലം മുതൽ തന്നെ അങ്ങനെയാണ്. ഞാൻ പറയാറുണ്ട്, പണ്ടൊക്കെ കച്ചവട ചെറിയ മുറുക്കാൻ കടയിൽ പോലും ഒരു ധർമ്മപ്പെട്ടി കാണും. ധർമ്മപ്പെട്ടി എന്ന് പറഞ്ഞിട്ട് അതിനെ വേറെ രീതിയിലൊന്നും ചിത്രീകരിക്കണ്ട. ധർമ്മം എന്ന് പറഞ്ഞാൽ ജീവകാരുണ്യം എന്നേ അർത്ഥമുള്ളൂ. ഇന്നത്തെ കാലത്ത് ഓരോന്നിനും വേണ്ടാത്ത അർത്ഥകൽപ്പനകളൊക്കെ കൊടുത്ത് അതിനെപ്പറ്റി തർക്കിച്ച് അത് വേണോ അത് വേണ്ടേ. അവരെ സംബന്ധിച്ച് ധർമ്മം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, ജീവകാരുണ്യമാണ്, മനുഷ്യന്മാരെ സഹായിക്കുന്നതിന് കൊടുക്കുന്ന പേരാണത്. ധർമ്മം എന്നുള്ള വാക്ക് വളരെ വിശാലമായിട്ടുള്ള വാക്കാണ്. അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. മനോധർമ്മം, വളരെ വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട്. ധർമ്മസങ്കടം മറ്റൊരു മലയാള വാക്കാണ്. ഓരോന്നും ഓരോ ധർമ്മമാണ്. ജീവിതധർമ്മം, ധാർമ്മികം ഒക്കെ വെവ്വേറെ അർത്ഥങ്ങളാണ്. അതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് ധർമ്മസങ്കടം എന്നെനിക്ക് തോന്നാറുണ്ട്. ഇന്ന് ധർമ്മമില്ല, സങ്കടമില്ല, അതുകൊണ്ട് ധർമ്മസങ്കടമില്ല. പണ്ടത്തെ വാക്കാണ്. വാക്കൊക്കെ പലതും പോയിക്കൊണ്ടിരിക്കുകയാണ്, ഉണ്ടെങ്കിൽ തന്നെ തേഞ്ഞ് മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വാക്കുകളുടെ അർത്ഥമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധർമ്മപ്പെട്ടി ഒരടയാളമാണ്. അവിടെ അമ്മയെ ചവിട്ടിക്കൊല്ലുന്ന ഈ കാലത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി MDTWF പദ്ധതിയിൽ അംഗങ്ങളായി മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന 10 ലക്ഷം രൂപ ആ കുടുംബത്തിന് ഒരു വലിയ സഹായമാണെന്നും ഇത്തരം ജീവകാരുണ്യ പ്രവൃത്തിയിൽ ഏർപ്പെട്ട വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ എത്ര പ്രശംസിച്ചാലും മതിവരില്ല എന്നും MP കൂട്ടിച്ചേർത്തു. കുടുംബ സുരക്ഷാ പദ്ധതിയിൽ നിന്നുള്ള 10 ലക്ഷം രൂപയുടെ ചെക്കും മരണാനന്തര ചടങ്ങുകൾക്കുള്ള 30,000 രൂപയുടെ ചെക്കും MP ചടങ്ങിൽ OK സെയ്ദിന്റെ കുടുംബത്തിന് കൈമാറി. തുടർന്ന് വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ മരണമടഞ്ഞവരുടെ ബോഡികൾ തിരയുന്നതുൾപ്പെടെ ദിവസങ്ങളോളം രക്ഷാപ്രവർത്തനത്തിൽ കഠിന പ്രയത്നം നടത്തി സേവനം ചെയ്ത OP കബീറിന്റെ നേതൃത്വത്തിലുള്ള കേരള എമർജൻസി ടീം KET അംഗങ്ങളെ സ്നേഹ ഉപഹാരം നൽകി MP ആദരിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ P കുഞ്ഞാവ് ഹാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PP ബഷീർ അധ്യക്ഷനായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി M കുഞ്ഞു മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഹക്കീം ചങ്കരകത്ത് MDTWF പദ്ധതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുടുംബ ക്ലാസ് നയിച്ചു. ജില്ലാ ട്രഷറർ നൌഷാദ് കളപ്പാടൻ, ജില്ലാ സെക്രട്ടറിമാരായ നാസർ ടെക്നോ, K ഷാജഹാൻ എന്ന മണി, കോട്ടകൽ മണ്ഡലം പ്രസിഡന്റ് ലൗലി മുഹമ്മദ്, അക്രം ചുണ്ടയിൽ, ജമീല ഇസുദ്ദീൻ, താജുദ്ദീൻ ഉറുമാഞ്ചേരി, OP കുഞ്ഞു മുഹമ്മദ്, OK സുബൈർ, കാടാമ്പുഴ മൂസ ഹാജി, നെയ്യത്തൂർ കുഞ്ഞിപ്പ, സജന ടീച്ചർ, AP മൊയ്തീൻകുട്ടി മാസ്റ്റർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. കാടാമ്പുഴ യൂണിറ്റ് ജനറൽ സെക്രട്ടറി KPA ജമാലുദ്ദീൻ സ്വാഗതവും ട്രഷറർ T വേലായുധൻ നന്ദിയും പറഞ്ഞു.